എല്ലാവർക്കും കാണാൻ പറ്റിയ അടിപൊളി സിനിമയാണ്. ആർക്കും ഒരു മടുപ്പും തോന്നില്ല. പിള്ളേരുടെ സഹിതം കുടുംബം മൊത്തം വന്നിരുന്ന് കാണാം. അലമ്പോ അടിയിടി കുത്തൊന്നുമില്ല. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുടുംബചിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സിനിമയാണ്. ഭയങ്കര ഇമോഷണൽ ഡ്രാമയാണ്. കണ്ടിറങ്ങുമ്പോ നല്ലൊരു പ്രണയം അനുഭവിച്ചൊരു സുഖമുണ്ട്. അപർണ ഉണ്ണിമുതൽ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രങ്ങളായിട്ടാണ്. അതാ പറഞ്ഞ വളരെ നനഞ്ഞ് ഒരു പ്രണയം നമ്മൾ കണ്ടിറങ്ങി അനുഭവിച്ച ഒരു സുഖമുണ്ടല്ലോ, അതുപോലത്തെ ഒരു കഥയാണ്. നല്ല രസമായിട്ട്, അതായത് എന്താ പറയാ, ഒരു കുഞ്ഞു പടം നമുക്കിങ്ങനെ ആസ്വദിച്ച് കണ്ടിരിക്കാൻ പറ്റും. അങ്ങനത്തെ പടം. അപ്പൊ അത് കുറച്ച് നാളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. പടം റിലീസ് ഞാനും അതിനകത്തൊരു ഭാഗമാണ്. ഒത്തിരി സന്തോഷം. വളരെ സന്തോഷം. ഇതുപോലൊരു ഫെസ്റ്റിവൽ ടൈമില് വളരെ ഒതുക്കമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാമിലി മൂവി ഓഡിയൻസ് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ വളരെ ഇൻസ്പയർ ചെയ്ത മറ്റൊരു സിനിമ, അതിന്റെ റൂട്ട് തേടി അതിന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടാവും, എല്ലാവർക്കും കണക്ട് ആവും. നിങ്ങളുടെ തന്നെ ലൈഫ് തന്നെയാണ് ഈ സിനിമ പറയുന്നത്. തീർച്ചയായിട്ടും കാണുക. വളരെ സന്തോഷം. കുറച്ച് സമയം എടുത്തെന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇതിനൊപ്പം തന്നെ ഷൂട്ട് ചെയ്ത പല പടങ്ങളും ഉണ്ട്. വിലായത്ത് ബുദ്ധയും ഒക്കെ നമ്മുടെ ഒപ്പം തന്നെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. പക്ഷെ കുറച്ച് സമയം എടുത്തു സിനിമ റിലീസ് ആവാനായിട്ട്. പക്ഷെ ഇതായത് ഇതിന്റെ റൈറ്റ് ടൈം എന്ന് എനിക്ക് തോന്നുന്നു. ബഹളങ്ങളൊന്നും ഇല്ലാതെ, ബഹളമൊക്കെ മാറി ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു ഒതുങ്ങിയ ഫാമിലി ഫിലിം, ഒരു റൊമാൻറ്റിക് ഫിലിം. ഇപ്പൊ ലൂക്കായിരുന്നു എൻ്റെ ആവശ്യ ചിത്രം, അതും റൊമാൻസ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ, ഒരു ജോഗ്രഫിയിൽ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളെ വെച്ച് പ്രസന്റ് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും അറിയാം, ഞാൻ വളരെ കോൺഫിഡന്റ് ആണ് ഇത് ഓഡിയൻസിനെ കണക്ട് ആകും എന്നുള്ള കാര്യം. നിങ്ങളുടെ തന്നെ ലൈഫാണ് ഈ സിനിമ. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണുക. സെലിബ്രേറ്റ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. അതെ അതെ. അങ്ങനൊന്നുമില്ല. ആക്ച്വലി ഇപ്പൊ ഞാനും ലൂക്ക ഇതിനേക്കാൾ വളരെ വലിയ വ്യാപ്തിയുള്ള സിനിമയായിരുന്നു പറയുന്നത്. ഞാൻ ഓപ്റ്റ് ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യാനാണ്. അതിനുശേഷം നമ്മളൊരു ആർട്ട് എടുക്കുകയാണെങ്കിൽ ഭയങ്കര സർറിയൽ ആയിട്ടുള്ള, ഭയങ്കര ഡ്രീമി ആയിട്ടുള്ള ഒരു ലൂക്ക പോലെ വളരെ വൈബ്രന്റ്, ഭയങ്കര വലിയ സ്കെയിലിൽ സിനിമ ചെയ്യാം. ഇതെല്ലാത്തരം സിനിമകളും ഞാനിതെല്ലാം കാണുന്നതാണ്. ഇതിനൊരു ഇന്നത് വലുത് ഇന്ന ചെറുതെന്ന് അങ്ങനത്തെ ഒരു ഫീലൊന്നും എനിക്ക് തോന്നാറില്ല. ആസ് ലോങ് ആസ് നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കഥ, ഓഡിയൻസിന് കണക്ട് ആകുന്ന ഒരു കഥ, ഓഡിയൻസ് ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥ, അത് പറയേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്യുക. അതാണ് ഒരു ഡയറക്ടർ എന്ന രീതിയിൽ എൻ്റെ ധർമ്മമായിട്ട് ഞാൻ കാണും. ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതിന് ശേഷം. പടം നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫാമിലി റൊമാൻറ്റിക് എന്റർടൈനർ. സനലിന്റെ ലീനയുടെ അപർണ ചെയ്ത ക്യാരക്ടർ നന്നായിട്ടുണ്ടായിരുന്നു. കോമ്പിനേഷൻ അടിപൊളി. എല്ലാവർക്കും നന്നായിട്ട് കണക്ട് ആവുന്ന ഫാമിലി, നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഫാമിലി ലൈഫ് നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. അതെ, റൊമാൻറ്റിക് ഫാമിലി എന്റർടൈനറാണ്. മ്യൂസിക് സൂപ്പറായിട്ടുണ്ട്. ഓക്കെ.